ഫിറോസ് ഖാൻ പുത്തനങ്ങാടിയുടെ വാടാത്ത പുഷ്പങ്ങൾ എന്ന നോവലിന്റെ ശബ്ദാവിഷ്കാരം. ക്രിയേഷൻ നവാസ് പുത്തനങ്ങാടി. അവതരണം ഷാഹുൽ മലയിൽ. സുമയ്യയുടെ നിർബന്ധത്തിന് വഴങ്ങി ജമാൽ കട്ടിൽ നിന്ന് എണീറ്റു. ഷെരീഫ് നസീമയുടെ മുടി പിടിച്ച് വലിക്കുകയാണ്. കുട്ടികൾ ഉമ്മച്ചിയെ പിടിച്ച് ഉറക്കെ കരയുന്നു. ജമാൽ ഷെരീഫിന്റെ അടുത്തേക്ക് ഓടി വന്നു. എന്തിനാണ് ആ പാമ്പണിനെ ഉപദ്രവിക്കുന്നത്? അവൾ ഗർഭിണിയല്ലേ? ഷെരീഫ് പിടിവിട്ടില്ല. അവസാനം ജമാൽ ബലം പ്രയോഗിച്ചാണ് ഷെരീഫിനെ പിടിച്ചു മാറ്റിയത്. മദ്യലഹരിയിൽ മുങ്ങിക്കുളിച്ച ഷെരീഫ് ജമാലിന് നേരെ തിരിഞ്ഞു. എന്റെ വീട്ടിലെ കാര്യങ്ങൾ നോക്കാൻ നീ ആരാടാ? ഇത് എന്റെ കുടുംബ പ്രശ്നം, അതിലും മറ്റുള്ളവരെ ഇടപെടണ്ട. ഇത് പറയുമ്പോഴെല്ലാം ഷെരീഫ് ആടിയിൽ വീഴുന്നുണ്ടായിരുന്നു. നീ ഇപ്പൊ പോയി കിടന്നുറങ്ങ്, ബാക്കി നമുക്ക് നാളെ പറയാം. അങ്ങനെ അങ്ങ് പോയാലോ? നീ എന്തിനാടാ എന്റെ വീട്ടിൽ കയറി വന്ന്? ഷെരീഫെ പോയി ഉറങ്ങ്, ഇപ്പൊ ഒരു പ്രശ്നത്തിന് നിൽക്കണ്ട. അപ്പോഴേക്കും അയൽവാസികളായ പലരും അവിടെ എത്തി. ഇവനെങ്ങനെ വിട്ടാൻ പറ്റില്ല. ശരിയാ, ഇവിടെ നിനക്ക് മാത്രം ജീവിച്ചാൽ മതിയോ? ജമാലും കൂടിയുന്നവരും അവിടെ നിന്ന് ഇറങ്ങി നടന്നു. വീണ്ടും നസീമയുടെ കരച്ചിൽ ഉയർന്നു. ഷെരീഫ് നസീമയുടെ കഴുത്തിന് പിടിച്ചിരിക്കുന്നു. ജമാൽ മുന്നും പിന്നും നോക്കിയില്ല. ഓടിച്ചെന്ന് ഷെരീഫിനെ ചവിട്ടി. ഷെരീഫ് നിലത്തേക്ക് തെറിച്ചു വീണു. ജമാൽ വീണ്ടും ഷെരീഫിന്റെ അടുത്തെത്തി മാറി മാറി തല്ലാൻ തുടങ്ങി. നിന്നോടെന്താ മലയാളം പറഞ്ഞാൽ മനസ്സിലാവില്ലേ? ജമാൽ പിന്നെയും തല്ലാൻ കയ്യോങ്ങി. മറ്റുള്ളവർ ജമാലിനെ പിടിച്ചു മാറ്റി. തറയിൽ വീണ് കിടക്കുന്ന ഷെരീഫ് അവ്യക്തമായ ഭാഷയിൽ സ്വബോധമില്ലാതെ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരുന്നു. പിറ്റേ ദിവസം സുമയ്യ രാവിലെ തന്നെ നസീമയുടെ വീട്ടിലേക്ക് പുറപ്പെട്ടു. നസീമ, നസീമ, വാതിലോർക്ക്. അകത്ത് നിന്ന് ഒരു പ്രതികരണവുമില്ല. സുമയ്യ വീടിന്റെ പിന്നാമ്പുറത്തൂടെ ചെന്നു. ജനൽ തുറന്നു കിടക്കുന്നു. നസീമ, നസീമ. ആരാണ്? സുമയ്യാണ്. എത്ര നേരമായിട്ട് വിളിക്കുന്നു, നീ എന്താ വാതിലോർക്കാത്ത? നസീമ ഒന്നും മിണ്ടിയില്ല. നീ വാതിലോർക്ക്. നസീമ വാതിൽ തുറന്നു. അവളുടെ മുഖത്ത് എന്തൊക്കെയോ പന്തികേട് തോന്നുന്നു. സുമയ്യ നസീമയുടെ തോളിൽ കൈവച്ചു. എന്തുപറ്റി നിനക്ക്? ഏയ് ഒന്നുമില്ല. ഇന്നലത്തെ കാര്യം ഓർത്തിട്ടാണോ? നിന്റെ കരച്ചിൽ കേട്ടപ്പോൾ സഹിക്കാൻ കഴിഞ്ഞില്ല, അതുകൊണ്ടാണ് ഇക്കയോട് വരാൻ പറഞ്ഞ്. എത്രയെന്ന് കരുതി എങ്ങനെ സഹിക്കുക? നിന്റെയും കുട്ടികളുടെ കരച്ചിൽ സഹിക്കാൻ കഴിഞ്ഞില്ല, അതുകൊണ്ട് മാത്രമാണ്. നിനക്ക് വിഷമമെങ്കിൽ ക്ഷമിക്ക്. നസീമ സുമയ്യയുടെ വാക്കുകൾക്കൊന്നും മറുപടി പറഞ്ഞില്ല. ക്ഷമിക്കുക നസീമ, നിനക്കിഷ്ടമില്ലെങ്കിൽ ഇനി അങ്ങനെ ഉണ്ടാവില്ല. ഭർത്താവാണെങ്കിലും എത്രയെന്ന് കരുതിയാണ് സഹിക്കുക. നസീമ കരഞ്ഞു. തേങ്ങി തേങ്ങി കരഞ്ഞു. മടുത്തു, എനിക്ക് ജീവിതം മടുത്തു. എത്രയെന്ന് കരുതി എങ്ങനെ നരകിച്ച് ജീവിക്കുക? എത്ര വർഷമായി ഈ യാതനകൾ തുടങ്ങിയിട്ട്. എനിക്കിനി ജീവിതത്തിൽ ഒരു സുഖം ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. ഛേ, എന്തൊരു മണ്ടിയാണ് നീ. നമ്മൾ മദ്രസയിൽ പഠിച്ചതെന്ന് എനിക്ക് ഓർമ്മയില്ലേ? ജീവിതം എന്നത് എല്ലാവർക്കും ഒരുപോലെ ആവില്ല. എല്ലാവരെയും അള്ളാഹു വ്യത്യസ്തമായ രീതികളായിരിക്കും പരീക്ഷിക്കുക. ചിലരെ പാവങ്ങളും ചിലരെ മുതലാളിമാരാക്കുന്നു എന്ന് വേണ്ട, എല്ലാ കാര്യത്തിലും ഉണ്ട്. കണ്ണുള്ളവര്, ഇല്ലാത്തവര്, കൈയുള്ളവര്, ഇല്ലാത്തവര്. ചിലര് ഭ്രാന്തന്മാരായിട്ടും ചിലര് ബുദ്ധിമാന്മാരായിട്ടും സൃഷ്ടിക്കുന്നു. എല്ലാം അള്ളാഹുവിൻ്റെ പരീക്ഷണമാണ്. ആ പരീക്ഷയിൽ വിജയിക്കാൻ വേണ്ട കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്. നിന്റെ ഈ കഷ്ടപ്പാടുകൾക്ക് നാളെ അള്ളാഹുവിൻ്റെ അരികിൽ നിന്നും പ്രതിഫലം കിട്ടും. സുമയ്യയുടെ ഓരോ വാക്കുകളും നസീമയുടെ ഹൃദയത്തിലേക്ക് തുളച്ചു കയറി. പെട്ടെന്ന് അവൾ എന്തൊക്കെയോ പറയുന്നു. ഒന്നും വ്യക്തമായി കേൾക്കുന്നില്ല. എന്താ എന്താ നിനക്ക് പറ്റിയത്? നീ എന്താ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്? നസീമ തളർന്ന തറയിലിരുന്നു. അവൾ കൈകൊണ്ട് അടുക്കള ഭാഗത്തേക്ക് കൈ കാണിച്ചു. സുമി, എന്റെ മക്കൾ. എന്താ നസീമ, നീ തെളിച്ചു പറ. ഇന്നത്തോടുകൂടി എല്ലാം തീർക്കണമെന്ന് കരുതി ഞാൻ ഭക്ഷണത്തിൽ വിഷം ചേർത്തിട്ടുണ്ട്. എന്ത്? സുമയ്യ അകത്തേക്ക് ഓടി. കുട്ടികൾ ഭക്ഷണം കഴിക്കാനുള്ള പുറപ്പാടിലാണ്. സുമയ്യ അവരുടെ മുന്നിലിരിക്കുന്ന ഭക്ഷണം നിറച്ച പാത്രങ്ങൾ തട്ടിമാറ്റി. അടുക്കളയിൽ അവശേഷിക്കുന്ന ഭക്ഷണമെടുത്ത് പുറത്തേക്ക് ഓടി. പുറത്തൊരു കുഴിയുണ്ടാക്കി അതിലിട്ട് മൂടി. എന്തു പറ്റി നസീമ നിനക്ക്? സുമയ്യ അവളെ താങ്ങിപ്പിടിച്ച് കട്ടിൽ കൊണ്ടുപോയി കിടത്തി. ചൂടുവെള്ളം കുടിക്കാൻ കൊടുത്തു. നീ എന്തിനാ കാട് കയറി ചിന്തിക്കുന്നത്? നീ ഒറ്റക്കല്ല, നിനക്ക് ഞങ്ങളൊക്കെയുണ്ട്. എല്ലാ പ്രശ്നങ്ങളും കുറച്ചുകാലം കഴിഞ്ഞാൽ ശരിയാവും. വിശപ്പിനാൽ കുട്ടികൾ കരയുന്നുണ്ട്. സുമയ്യ അവരുടെ അടുത്തെത്തി. മക്കൾ കരയണ്ട കേട്ടോ, ഇത്ര വേഗം നിങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാക്കി വരാം. സുമയ്യ ധൃതിയിൽ വീട്ടിലേക്ക് ഓടി. അധികം താമസിക്കാതെ തന്നെ സുമയ്യാക്കും കുട്ടികൾക്കുമുള്ള ഭക്ഷണവുമായി തിരിച്ചു വന്നു. പ്രസവവേദന വന്ന നസീമയെ ലേബർ റൂമിലേക്ക് മാറ്റി. പ്രാർത്ഥനയോടെ സുമയ്യ ആശുപത്രി വരാന്തിൽ നിൽക്കുന്നു. അന്നത്തെ ആ സമ്പത്തിന് ശേഷം ഷെരീഫ് വീട് വിട്ടിറങ്ങിയതാണ്. ഇതുവരെയായിട്ടും തിരിച്ചു വന്നിട്ടില്ല. ജമാലും അയൽവാസികളായ മറ്റു രണ്ടുപേരും ആശുപത്രിയിലുണ്ട്. അള്ളാഹുവേ, നസീമയുടെ പ്രസവം യാതൊരു ബുദ്ധിമുട്ടില്ലാതെ തീർത്തു കൊടുക്കണേ. സുമയ്യ ദൈവവചനങ്ങൾ ഉരുവിട്ടുകൊണ്ടിരുന്നു. അവസാന ശുഭവാർത്തയെത്തി. നസീമ പ്രസവിച്ചിരിക്കുന്നു. സുഖപ്രസവം, ആൺകുട്ടിയാണ്. സുമയ്യയുടെ സന്തോഷത്തിന് അതിരുകൾ ഉണ്ടായിരുന്നില്ല. സന്തോഷത്താൽ അവൾക്ക് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് പോലും അറിഞ്ഞില്ല. ഇക്ക, നിങ്ങൾ വേഗം പോയി കുറച്ച് മിഠായി കൊണ്ടിരിൻ. ജമാൽ മിഠായി കൊണ്ടുവരാനായി കടയിലേക്ക് പോയി. അവന്റെ മനസ്സ് വല്ലാതെ നോവുകയാണ്. നസീമ സുമയ്യയുടെ ആരുമല്ല, കേവലം ഒരു അയൽവാസി. അവളുടെ പ്രസവത്തിൽ സുമയ്യ എത്രത്തോളം സന്തോഷിക്കുന്നു.
എൻ്റെ സുമിക്ക് കുട്ടികളോടുള്ള സ്നേഹത്തിന് അതിർവരമ്പുകളില്ല. ഒരു കുഞ്ഞിക്കാല് കാണാനുള്ള ഞങ്ങളുടെ ആഗ്രഹം പൂവണിയില്ലേ? മിഠായിയുമായി തിരിച്ചു വന്ന ജമാൽ കണ്ട കാഴ്ച അതിലേറെ വേദനിപ്പിക്കുന്നതായിരുന്നു. സുമയ്യ കുഞ്ഞിനെ തൻ്റെ മടിയിലിരുത്തി താലോലിക്കുന്നു. നസീമയ്ക്ക് ഒരു നിർബന്ധം, തൻ്റെ കുട്ടിക്കുള്ള പേര് സുമയ്യ തിരഞ്ഞെടുക്കണം. നസീമയുടെ അഭിപ്രായ പ്രകടനത്തിൽ സുമയ്യ അതിലേറ്റ് സന്തോഷിച്ചു. സുമയ്യ പേര് നിർദ്ദേശിച്ചു, മുഹമ്മദ് ബിലാൽ. തനിക്ക് പിറക്കാൻ പോകുന്ന മകന് വേണ്ടി കരുതി വച്ചിരുന്ന പേരാണ്. മദ്രസയിൽ പഠിച്ചിരുന്ന കാലത്ത് ഉസ്താദുമാർ ധീരനായ ബിലാലിൻ്റെ കഥ പറഞ്ഞു കേട്ടിരുന്നു. അന്നേ മനസ്സിലുണ്ടായിരുന്ന വലിയ മോഹമായിരുന്നു, വിവാഹശേഷം തനിക്കുണ്ടാവുന്ന ആൺകുഞ്ഞിന് ബിലാൽ എന്ന് പേരിടണം. അന്നു മുതൽ തുടങ്ങിയ കാത്തിരിപ്പാണ്. പക്ഷേ ഇതുവരെ ആ സ്വപ്നം പൂവണിഞ്ഞിട്ടില്ല. വാസ്തവത്തിൽ ബിലാലിൻ്റെ ചിരിയും കളിയും സുമയ്യയിൽ പുത്തനുണർവാണ് നൽകിയത്. ഒഴിവ് സമയങ്ങളിൽ ജമാലും സുമയ്യയും ബിലാലിനെ കാണാനായി പോവും. ഒരുപാട് നേരം അവൻ്റെ കളിയും ചിരിയും കണ്ടിരിക്കും. ദിവസങ്ങളുടെയും മാസങ്ങളുടെയും പ്രയാണം അതിവേഗത്തിലായിരുന്നു. അതുകൊണ്ട് തന്നെ പുതിയ പുതിയ വർഷങ്ങളുടെ പിറവി പെട്ടെന്നായി. നസീമയുടെ ഭർത്താവ് ഷെരീഫിനെ കുറിച്ച് ഇപ്പോഴും ഒരു വിവരവുമില്ല. സുമയ്യ മരുന്ന് കഴിക്കൽ നിർത്തിയിട്ടില്ല. അവളുടെ പ്രതീക്ഷകളെല്ലാം അസ്തമിച്ചു. പക്ഷേ ജമാൽ ആത്മവിശ്വാസം കൈവിടുന്ന ഉപദേശം എപ്പോഴും നൽകിക്കൊണ്ടിരുന്നു. ഉദാഹരണങ്ങളായി 10-15 വർഷങ്ങൾക്ക് ശേഷം കുട്ടികളുണ്ടായ പലരുടെയും പേരുകൾ ഉദ്ധരിച്ചു. വിവാഹം കഴിഞ്ഞിട്ട് 7 വർഷം കഴിഞ്ഞു. ദിവസങ്ങളുടെ കുത്തൊഴുക്കിൽ ഒരുപാട് മാറ്റങ്ങൾ ചുറ്റുപാടുകളിൽ പ്രകടമായി. ജമാലിന് ഓർമ്മയുള്ള ഒരുപാട് കാരണവന്മാർ ഇഹലോകവാസം വെടിഞ്ഞു. രോഗശയ്യയിലായിരുന്ന പിതാവിൻ്റെ മരണം ഒരുപാട് കാലത്തെ കിടപ്പിന് ശേഷമായിരുന്നു. പക്ഷേ ഉമ്മയുടെ വേർപാട് പെട്ടെന്നായിരുന്നു. ചെറിയൊരു തലകറക്കം. ആശുപത്രിയിലേക്ക് എത്തും മുമ്പ് എല്ലാം അവസാനിച്ചിരുന്നു. ഉമ്മയും ഉപ്പയും ഇല്ലാത്ത വീട് തീർത്തും മൂകത മാത്രമാണ് സുമയ്യാക്കും ജമാലിനും നൽകിയത്. അവരുടെ സാന്നിധ്യം വലിയൊരു ആത്മബലമാണ് അവർക്ക് നൽകിയിരുന്നത്. നസീമാക്ക് അടുത്തുള്ള സ്വകാര്യ ആശുപത്രിയിൽ ജോലി കിട്ടി. 2 മക്കൾ സ്കൂളിൽ പോവേണ്ട പ്രായമെത്തി. ബിലാൽ മോൻ ഓടിച്ചാടി നടക്കാൻ തുടങ്ങി. നസീമ ആശുപത്രിയിൽ പോകുന്ന സമയങ്ങളിൽ ബിലാലിനെ സുമയ്യയെ ഏൽപ്പിക്കും. നസീമ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ബിലാൽ മോന് 2 ഉമ്മമാരാണ്, ഒന്ന് ഞാനും മറ്റൊന്ന് സുമയ്യയും. സുമയ്യയും ജമാലും ഡോക്ടറെ കാണാനായി പുറപ്പെട്ടു. എത്ര വർഷമായി ചികിത്സ തുടങ്ങിയിട്ട് യാതൊരു ഫലവും ഉണ്ടായിട്ടില്ല. ഇനിയും എന്തിനാണ് ചികിത്സിക്കുന്നത്? സുമയ്യ ഇങ്ങനെയെല്ലാം പറയുമ്പോൾ ജമാൽ പറയും, കുറച്ചു കാലം കൂടി കുടിച്ചു നോക്കാം. ഇന്ന് നല്ല തിരക്കുള്ള ദിവസമാണ്, കുറച്ചു നേരം കാത്തിരിക്കണം. ജമാൽ ഒരു ചായ കുടിക്കാനായി പുറത്തുപോയി. അതിനിടയ്ക്ക് സുമയ്യയുടെ നമ്പർ വിളിച്ചു. സുമയ്യ ഡോക്ടറുടെ അടുത്തെത്തി. പരിചയക്കാരനായ ഡോക്ടറോട് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു. ഇത്രയും കാലം എല്ലാ കാര്യങ്ങളും ജമാലിക്കയാണ് ചോദിച്ചറിഞ്ഞിരുന്നത്. വർഷം ഒരുപാട് കഴിഞ്ഞു. ഇനി ഈ ചികിത്സ തുടരുന്നതിൽ അർത്ഥമുണ്ടോ? ഒരിക്കലും സുമയ്യയിൽ നിന്നും ഇതുപോലെ ചോദ്യം ഡോക്ടർ പ്രതീക്ഷിച്ചില്ല. 10-20 വർഷം കഴിഞ്ഞിട്ടും കുട്ടികളുണ്ടായ ചരിത്രം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ നിങ്ങളുടെ കാര്യത്തിൽ എനിക്കൊരു ഉറപ്പും പറയാൻ കഴിയില്ല. കുഴപ്പം ജമാലിനല്ല, സുമയ്യക്കാണ്. സുമയ്യ ഗർഭം ധരിക്കാനുള്ള സാധ്യത 5% പോലും ഇല്ല. ഞാൻ തുടക്കത്തിൽ തന്നെ ഈ കാര്യം ജമാലിനോട് പറഞ്ഞതാണ്. പക്ഷേ സുമയ്യ ഇതൊരിക്കലും അറിയരുതെന്ന് അവൻ നിർബന്ധം പിടിച്ചു. അവളറിഞ്ഞ എക്കാലത്ത് ആ വേദന അവൾക്കുണ്ടാവും. മരുന്ന് കുടിക്കുമ്പോൾ പ്രതീക്ഷയെങ്കിലും ബാക്കിയുണ്ടാവുമല്ലോ. ഒരിക്കലും നിങ്ങളെ വേദനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞല്ല. ഇന്നല്ലെങ്കിൽ മറ്റൊരു ദിവസം സത്യം അറിയണമല്ലോ. സുമയ്യയുടെ മുഖഭാവത്തിൽ വന്ന വ്യത്യാസത്തിൽ നിന്ന് തന്നെ ഡോക്ടർ സുമയ്യയുടെ മനസ്സ് വായിച്ചെടുത്തു. ഒരു നിമിഷം കൊണ്ട് എല്ലാ പ്രതീക്ഷകളും തകർന്നു പോയല്ലോ. ഒരിക്കലും അരുത്, കുട്ടികളില്ല എന്ന് കരുതി ജീവിതം അവസാനിപ്പിക്കാൻ പറ്റുമോ? ഒന്നിലും നമ്മൾ നിരാശരാവാൻ പാടില്ല. ഡോക്ടർ ആത്മവിശ്വാസം നൽകുന്ന ഒരുപാട് നിർദ്ദേശങ്ങൾ നൽകി. രാത്രി സമയം. സുമയ്യയുടെ മനസ്സിൽ നിന്നും ഇപ്പോഴും ഡോക്ടറുടെ വാക്കുകൾ മാഞ്ഞുപോയിട്ടില്ല. മക്കൾ ഉണ്ടാവുകയില്ല എന്ന വാർത്തയെ മാനസികമായി നേരിടാൻ സുമയ്യ തയ്യാറായിരുന്നു. എല്ലാം വിധി, അള്ളാഹുവിൻ്റെ വിധിയെ ഇരുകരങ്ങൾ നീട്ടി സ്വീകരിക്കുക. പക്ഷേ ജമാലിക്കാക്ക് തന്നുള്ള സ്നേഹം ഒരിക്കലും വളർന്നു തിട്ടപ്പെടുത്താൻ കഴിയാത്ത ഒന്നാണ്. താൻ ഒരിക്കലും ഗർഭിണിയാവൂല എന്നറിഞ്ഞിട്ടും എൻ്റെ മനസ്സ് വേദനിപ്പിക്കാതിരിക്കാൻ സങ്കടം ഉള്ളിലൊതുക്കി തന്നെ സന്തോഷിപ്പിച്ച എൻ്റെ ഇക്ക. സുമയ്യയുടെ കണ്ണുകൾ നിറഞ്ഞു. ഇക്കയോട് താൻ എത്രത്തോളം കടപ്പെട്ടവളാണ്. ഭക്ഷണം കഴിച്ച് രണ്ടുപേരും കിടന്നു. സുമയ്യ ജമാലിൻ്റെ മാറിടത്തിൽ തലചായ്ച്ച് കിടക്കുകയാണ്. ഇക്ക. പിന്നെയൊന്നും സുമയ്യ മിണ്ടുന്നില്ല. നിനക്ക് എന്തുപറ്റി സുമയ്യ? ഞാൻ കുറേ നേരമായിട്ട് ശ്രദ്ധിക്കുന്നു. നിന്റെ മുഖം വല്ലാണ്ടിരിക്കുന്നു. എന്താണെങ്കിലും എന്നോട് പറ. സുമയ്യ ഒന്നും മിണ്ടിയില്ല. വായ പൊത്തിപ്പിടിച്ച് കരഞ്ഞു. എന്താ സുമി ഇങ്ങനെയൊക്കെ? നീ എന്തെങ്കിലും ഒന്ന് പറ, അല്ലെങ്കിൽ എനിക്കും സങ്കടാവും. നിന്റെ ഈ അവസ്ഥ കാണാനുള്ള ശക്തി എനിക്കില്ല. സുമയ്യ ജമാലിനെ കെട്ടിപ്പിടിച്ച് ഒരു വിധത്തിൽ സങ്കടം മടക്കി പിടിച്ചുകൊണ്ട് പറഞ്ഞു. ഇക്ക, ഞാനൊരു കാര്യം പറഞ്ഞാൽ അനുസരിക്കണം. ഇത്രയേ ഉള്ളൂ? നീ പറഞ്ഞ എന്ത് വേണമെങ്കിലും അനുസരിക്കും. അതിനാണോ ഇങ്ങനെ കരയുന്നത്? ഏതായാലും നീ കാര്യം പറ. സുമയ്യ പിന്നെയും മിണ്ടാതിരുന്നു. പുതിയ ഡ്രസ്സ് വാങ്ങാനാണോ? അല്ല. എങ്ങോട്ടേലും പോവാനാണോ? അല്ല. പിന്നെ എന്താണ് കരയാൻ മാത്രമുള്ള പ്രശ്നം? ഇക്ക, എൻ്റെ ഇക്ക ഒരു വിവാഹം കൂടി കഴിക്കണം. എന്ത് പറയണമെന്നറിയാതെ
ജമാൽ സ്തംഭിച്ചു നിന്നു. സത്യമാണിക്ക ഞാൻ പറയുന്നത്, പൂർണ്ണ തൃപ്തിയോടുകൂടിയാണ് പറയുന്നത്. ഒരു വിവാഹം കൂടി. വാക്കുകൾ പൂർത്തിയാക്കാൻ വല്ലാതെ വിഷമിച്ചു. തുടരും.